2018 16 പേരുടെ മരണത്തിന് കാരണമായ നിപ്പ വൈറസ്. പക്ഷെ കേരളം അതിനെ പ്രതിരോധിച്ചിരുന്നു. രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ, മതത്തിന്റെ വേലിക്കെട്ടുകളില്ലാതെ, ജാതിയുടെ പേര് പറഞ്ഞ് മനുഷ്യനെ രണ്ടായി തരംതിരിക്കാതെ കേരളം എന്നും ഏതിലും ഒന്നായിരുന്നു. ആ ഒന്നായതിന്റെ വലിയ നേർസാക്ഷ്യമായിരുന്നു 2018 നിപ്പ വൈറസിനെ ചെറുത്തു തോൽപ്പിച്ചത്. എന്നാൽ ഇപ്പോഴിതാ 23 വയസ്സുകാരനായ ഒരു യുവാവിന് നിപ്പ വൈറസ് സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ സമയം കേരളം അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തി മുന്നോട്ട് പോകുന്നു. ആരോഗ്യമന്ത്രിയായാലും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളായാലും MP-മാരായാലും MLA-മാരായാലും ഒന്നിച്ചു നിന്ന് ഇതിനെ പ്രതിരോധിക്കാൻ മുന്നോട്ട് വരുന്നു. അതിനിടയിൽ വർഗീയ വിഷം തുപ്പുന്ന സംഘപരിവാരുകാരെ ഓർത്തുകൊള്ളുക, ഇത് ഉത്തരേന്ത്യയല്ല, ഇത് കേരളമാണ്. മതേതരത്വത്തിന്റെ നേർസാക്ഷ്യം പൊതുജനങ്ങളിലേക്ക്, രാജ്യത്തേക്ക് എത്തിച്ചു കൊടുത്ത കേരളം. ആ കേരളത്തിന് ഒരിക്കലും ഒരു വിഷയത്തിലും തെറ്റുപറ്റുകയില്ല. അങ്ങനെയുള്ള കേരളത്തെ അതിക്രമിക്കാൻ ശ്രമിക്കുകയാണ് സംഘപരിവാരുകാർ. അണിയറയിലെ ഗൂഢാലോചനയുടെ ഭാഗമായി അവർ സോഷ്യൽ മീഡിയയിൽ വർഗീയ വിഷം തുപ്പുകയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: കേരളത്തിൽ നിപ്പ വൈറസ് വരാൻ കാരണം കേരളത്തിൽ വിദ്യാഭ്യാസം കൂടിയത് മൂലമാണ് പോലും. അത് മാത്രമല്ല, കേരളം നിപ്പ വൈറസിനെ സൃഷ്ടിച്ചതാണെന്നും 700 കോടി രൂപ UAE-യിൽ നിന്ന് ലഭിക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിൽ നിപ്പ വൈറസ് വന്നതെന്നാണ് സംഘപരിവാർ വാദം. ഇങ്ങനെയുള്ളവരെ എന്ത് ചെയ്യണം? എന്താണ് കേരളീയർ ചെയ്യേണ്ടത്? ഉത്തരേന്ത്യക്കാർ മുട്ടുമടക്കി പോയിട്ടുണ്ടെങ്കിൽ പോലും നമ്മൾ കേരളീയർ വ്യക്തമായി പ്രതിരോധിച്ചു നിന്നവരാണ് ഇവരുടെ നാടകങ്ങൾക്ക് മുന്നിൽ. ഇങ്ങനെ ഒരു ദുരന്തത്തെ, അല്ലെങ്കിൽ ഒരു നാട് ദുരന്തത്തിൽ നിൽക്കുമ്പോൾ, ഒരു രോഗത്തിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിരോധം തീർക്കുമ്പോൾ, ആ പ്രതിരോധ വലയങ്ങൾക്കിടയിലേക്ക് വന്ന് വർഗീയ വിഷം തുപ്പുകയും അധിക്ഷേപങ്ങളും അതിക്രമങ്ങളും കോരിച്ചൊരിയുന്ന സംഘപരിവാറിനെ എങ്ങനെ നേരിടണമെന്നുള്ളത് കേരളീയർക്ക് വ്യക്തമായി അറിയാം. ശബരിമല വിഷയം കേരളത്തിൽ ഉണ്ടായിരുന്ന സമയം, അത് കഴിഞ്ഞ് ഒരുപാട് വിഷയങ്ങളിൽ വിവാദ പരാമർശങ്ങൾ നടത്തിയിരുന്ന സംഘപരിവാരുകാർ ശബരിമല വിഷയം നിലനിൽക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പ്രളയം വന്നപ്പോൾ സംഘപരിവാരുകാർ പറഞ്ഞു ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാൻ ശ്രമിച്ചതിന്റെ പേരിലാണ് കേരളത്തിൽ പ്രളയം വന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ തെറ്റിദ്ധാരണയുണ്ടാക്കുന്ന രീതിയിൽ ഒരുപാട് വ്യാജ വാർത്തകൾ പ്രചരിപ്പിച്ച് കേരളത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാറിന്റെ ഗൂഢാലോചന, ആ ഗൂഢാലോചനകളെ പൊളിച്ചെഴുതാൻ മലയാളികൾക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് ഇങ്ങോട്ട് ഉണ്ടാക്കാൻ വരരുതെന്ന് കെ സുരേന്ദ്രൻ അടക്കമുള്ള നേതാക്കളോട് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.